ചാലക്കുടിന്ന് നമ്മുടെ മണിച്ചേട്ടന്റെ നാട്ടിൽ നിന്ന് വരുന്നു അക്ഷയ്. ഓക്കേ, വെൽക്കം അക്ഷയ്. ഹായ് അക്ഷയ്. ഞങ്ങൾക്ക് മുന്നേ അറിയാം. അതെങ്ങനെയാണ്? ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇവളിങ്ങനെ ഓടി നടന്ന് ഇന്റർവ്യൂ എടുക്കാൻ ആരാ കണ്ടാലും അത് ഞാൻ ഇനി പറഞ്ഞുതരാം. നേരത്തെ വൈഷ്ണവ് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ വൈഷ്ണവിനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന്. അതെങ്ങനെയായിരുന്നു? ആൽമരം ബാൻഡ്. ആ ബാൻഡിലുള്ള അടുത്ത ആളാണിത്. കുറച്ച് ആ സീനിയർ രണ്ട് ഫ്രണ്ട്സ് ഒന്നിച്ച് ഹായ്. എടാ നിന്റെ ഫ്രണ്ടിനോട് ഹായ് പറ. അത് ഹായ് കാണിച്ചപ്പോഴത്തേക്ക് അവിടെ യശും ഹായ് 3 ഫ്രണ്ട്സോ. എങ്ങനെയുണ്ട് യശ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ആണല്ലേ? നല്ല കമ്പനിയാണ് ആള്. എല്ലായിടത്തൊക്കെ ഡൗട്ട് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു പണ്ഡിറ്റാണ്. കണ്ട ഒരു പാമരന്റെ ലക്ഷണം. എന്താ പോയി ഡൗട്ട് ചോദിച്ചേ? അല്ല, നമുക്ക് പാട്ടിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളെടുത്ത് ചോദിക്കാം, ആള് നന്നായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് രൂപേഷും ഈ രൂപേഷിനൊന്നും ഒരു വിലയില്ല. അയ്യോ അല്ല, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അങ്ങനെ ചോദിക്കാലോ. ബോണ്ട് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അക്കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വഴിതെറ്റിക്കാനുള്ള ഒരു ചിന്താഗതിയും കാണും സാർ. നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടേ സാർ? അതെന്നാ പിന്നെ വെളിയിൽ പോരെ, ഇതിനകത്ത് വന്നിട്ട്. അല്ല സാർ, ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. കാര്യം നല്ല ഫ്രണ്ട്സ് ആണ് വേണ്ടത്. പ്രധാനമായിട്ട് ഒരു കൂട്ടുകാരനെ കണ്ടാൽ അറിയാം മറ്റവന്റെ ഗുണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? എന്താ എങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാൻ? കുഴപ്പമില്ല, ഇനി താങ്കളെ പറ്റിയിട്ട് പറ. സാർ എന്റെ പേര് അക്ഷയ്. ഞാൻ ചാലക്കുടി. മണിച്ചേട്ടന്റെ നാട്ടുകാരൻ എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ അഭിമാനം. പിന്നെന്താ, വീട്ടിൽ അച്ഛനമ്മ അനീത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? അനീത്തി ഇപ്പൊ മാരീഡ് ആണ്, ഒരു ചെറിയ കുട്ടിയുണ്ട്. നമ്മൾ മാരീഡ് ആണോ? അല്ല, കല്യാണം കഴിക്കുവോ ഈ അടുത്ത? കഴിക്കണമെന്നുണ്ട്, അത് കഴിക്കുമല്ലോ സാർ. അങ്ങനെ അത് നിർബന്ധമൊന്നുമില്ല. അല്ല അക്ഷയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്നുമില്ല. സിംഗിൾ അങ്ങനല്ല, നമ്മള് പ്രപ്പോസ് ചെയ്യല്ലോ. അത് സിംഗിൾ അല്ല, പക്ഷെ മിംഗിളാവാന്നൊക്കെ. സിംഗിളാണോ? സിംഗിളാണ്. സിംഗിളാണ്, അതല്ലേ നല്ലത്. നീ ഇത് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരു ഹിന്റ് കൊടുക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സിംഗിളാണ്. അതെ, സിംഗിളാണ്. അങ്ങനെയില്ല, അങ്ങനെയില്ല, പക്ഷെ വേണമെങ്കിൽ അങ്ങനെ ആവാന്നൊക്കെ. അതെ സാർ, ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് സാർ അങ്ങനെ പറയല്ലേ. ഭയങ്കര സന്തോഷത്തോടെ അത് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു കല്യാണം കഴിക്കണ്ടേ? കഴിക്കണമെന്ന്, അവന് കല്യാണം കഴിക്കണം ശരത് സാർ. ആണോ? നല്ലത്, അത് നല്ലൊരു പെൺകുട്ടി കിട്ടട്ടെ എന്ന് ഞാൻ താങ്ക് യു സാർ. ഞങ്ങൾ എല്ലാം നടക്കില്ല, എല്ലാവരും വിളിക്കാം, വരണം ഉറപ്പാണ്. അപ്പൊ ഈ മണിച്ചേന്റെ പാട്ടുകളൊക്കെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ അക്ഷയ്ക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഈ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് മണിച്ചേന്റെ ഒരു പാട്ട് പാടിത്തരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും അക്ഷയുടെ പാട്ട് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിച്ച വെച്ച നാൾ മുതൽ നീ എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തമായി. ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വെച്ച നാൾ മുതൽ നീ എൻ്റെ സ്വന്തം, എൻ്റെ സ്വന്തമായി. ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വെച്ച നാൾ മുതൽ നീ. വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി. പൊങ്കലുമായി വന്നു പൗർണമി.
വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി കയ്യിൽ കുപ്പി വളയുടെ മേളം കാലിൽ പാദസ്വരത്തിൻ്റെ താളം അഴകായി നീ തുളുമ്പുന്നു അതിലെൻ ഹൃദയം കുളിരുന്നു പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽക്കു നീ ധരണ ധരണ നിദപമരെ മരെ പ നിദ സനിദമപ കോലമിട്ടു പൊൻപുലരി കോടമഞ്ഞിൻ താഴ്വരയിൽ മഞ്ഞലയിൽ മാഞ്ഞു പോയി കോലമിട്ടു പൊൻപുലരി കോടമഞ്ഞിൻ താഴ്വരയിൽ മഞ്ഞലയിൽ മാഞ്ഞു പോയി ചുണ്ടിൽ ചോരുന്നു ചന്തമി ചിന്ത് മാറിൽ ചേരുന്നു മുത്തമി ചന്തം മൃദുമൗനം മയങ്ങുന്നു അമൃതും തേനും കലരുന്നു പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽക്കു നീ. അക്ഷയ് ഓ പറ പിച്ച വെച്ച നാൾ മുതൽ അല്ലേ ചേച്ചി? പിച്ച വെച്ച നാൾ സുഖമായിട്ട് പാടി. താങ്ക് യു താങ്ക് യു ഞാനതല്ല ഉദ്ദേശിച്ചത്. എപ്പോഴും മുഴുവൻ ഇങ്ങനെ പ്രണയാർദ്രമായ ചിന്തകളുമായി നടക്കുന്ന പാറു ഞാനിപ്പോ സിംഗിൾ അത് നിങ്ങളൊന്ന് ചോദിക്കുമ്പോ ഒരു പ്രശ്നമില്ല. പിച്ച വെച്ച സമയത്ത് ആരെങ്കിലും പ്രേമിക്കും നിനക്ക് അതാണ് ഞാനാണെങ്കിൽ എനിക്ക് അതും മനസ്സിലായില്ല. എടുത്തതിന് ശേഷമുള്ള കാര്യം ചോദിക്കും എനിക്കത് മനസ്സിലായത് എത്ര വയസ്സായി? സൂപ്പർ സ്റ്റാർ ദ 27. 27. എന്തായാലും വരി തെറ്റിക്കാതെ നീ കറക്റ്റ് ആയിട്ടെല്ലാം പാടി. ഭാഗ്യം. എന്നിട്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ തെറ്റിക്കുന്നു? അല്ല അല്ലല്ല, ഇന്നലെ അത് അവനെ അവക്ക് എനിക്കോ? ഇല്ല ഇല്ല ഇല്ല, ഇവര് കൂട്ടുകാരാണല്ലോ. ആ, ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മറക്കരുത്. സോറി കാരണം അവൻ അക്ഷയ് പാടുമ്പോഴേക്കും വൈഷ്ണവ് ഇങ്ങനെ ഭയങ്കര ആസ്വദിക്കായിരുന്നു അവന്റെ കൂട്ടുകാരൻ പാടുന്നത്. അപ്പൊ എന്തായാലും വൈഷ്ണവ് അവിടെ ഇരുന്നോ, ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ ഓക്കെ. ശരത് സർ. അക്ഷയ് സർ നല്ലൊരു സുഖമുള്ള പാട്ട് അക്ഷയ് നന്നായിട്ട് പാടി. താങ്ക് യു സർ താങ്ക് യു. ഇത് അക്ഷയ് പിന്നെ ബാൻഡിലൊക്കെ പാടി ശീലമുള്ള ഒരു മനുഷ്യനല്ലേ അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ല. പിന്നെ ഇങ്ങനെ 3 പേര് മുമ്പിലിരുന്ന് ഉള്ള ഒരു സെറ്റപ്പ് ആദ്യമായിരിക്കും അതെ അതെ സർ. അത് കുഴപ്പമില്ല, ഞങ്ങള് നല്ലവരാ, അത് ഇനി മനസ്സിലാക്കണം. അതറിഞ്ഞിട്ടാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഭയങ്കര വേലത്തരങ്ങളുടെ ഉസ്താദാണ്. എന്താണ് അവനെ വഴി തെറ്റിച്ചെന്ന് എനിക്കൊരു സംശയം. അല്ല സാർ അങ്ങനെ ഇത് തന്നെ പറയും. അല്ല സാർ എന്തില്ല സാർ പറഞ്ഞോ, അല്ല കേക്കാം. അല്ല എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. എനിക്ക് ആരാ ഭയങ്കര പറഞ്ഞു ഇവര് പാവങ്ങളാന്ന് അക്ഷയനോട്? അല്ല കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ്. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു. പാറു എങ്ങനെ പാറു അങ്ങനെ പറയുന്നത്? ഞാൻ വെറുതെ ഒന്ന് ചൊറഞ്ഞതാ ചേച്ചി. അത്രേ ഉള്ളൂ. കാര്യം പാറുവിന് കിട്ടേണ്ട കണ്ടന്റ് കിട്ടിയില്ല. ഞാൻ ഉണ്ടാക്കും. ഇത് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ടാണ് അവൻ എനിക്ക് അവള് വിളിക്കാൻ. ഡെസ്പ് ആകാരത്ത് പാറു കിട്ടും. ആ പിച്ച വെച്ച് അവിടെ തന്നെ പാടും. അവിടെ തീർന്നു അവിടെ പരിപാടി. It's all in the game. നിനക്ക് ആരെങ്കിലും കിട്ടും പാറു, ഉറപ്പായിട്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Okay sir. പെട്ടെന്ന്. Thank you. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. സാർ ഇത് പുതിയ മുഖം എന്ന മൂവിയിലെ മുഖമാണോ? സോറി സാർ
പുതിയ മുഖം ആ. എന്ന മൂവിയിലെ ദീപക് ദേവർ ദീപക് ദേവർ. ചെറിയ ചെറിയ വെള്ളി വീണു സർ. വെള്ളിയൊന്നും അല്ല, അത് അക്ഷരം പേശകുമ്പോ അത് പിന്നെ വെള്ളിയാണ്. പറഞ്ഞോ. ആ, അപ്പൊ ദീപക് ദേവറിന്റെ പാട്ട് തൊട്ട് തുടങ്ങിക്കോ. പുതിയ മുഖം മുഖം. ആ, പുതിയ മുഖം എന്ന മൂവിയിലെ ദീപക് ദേവ് സാറാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഓക്കെ. ശങ്കർ മഹാദേവൻ സാറും സുനിത മേനോൻ മാമും കൂടിയിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്രൻ സാറാണ്. ബാക്കി ആരും പ്രിയപ്പെട്ടതല്ല. ദീപകല്ല, ശങ്കർ മഹാദേവനല്ല, എനിക്ക് ആളുടെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നീ ജീവിക്കും കേട്ടോ. അതെ, അതിനുള്ള ഒരു തിരുവനിയുടെ വേറെ ഏത് പാട്ടാണ് ഇഷ്ടം? എന്താണ്? എത്ര ഇഷ്ടല്ലേ? അല്ല, മിന്നൽ വള. പിന്നെ അത് തിരുവനി എത്ര പാട്ടുകൾ അല്ല, ഞാൻ ഇപ്പൊ റീസെന്റ് എനിക്ക് ഭയങ്കര റീസെന്റ് അല്ലാതെ സാർ അങ്ങനെ ചോദിക്കരുത്, എനിക്കറിയില്ല. എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിസൈനസ് അബ്ദുള്ള കുറേ ഉണ്ട്. ഇത്ര പാട്ട് അല്ല സാർ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ബ്ലാങ്ക് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നോട്ടീസ് തരാൻ പറ്റുമോ? കൈതപ്പുറം അണ്ണാച്ചിയെ പറ്റി ചോദിക്കുകയാണ്. എന്തൊക്കെയായാലും കണ്ടതിൽ കുറേ സന്തോഷം. നല്ലൊരു പാട്ട്, നല്ല സുഖമുള്ള പാട്ട്, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ, താങ്ക് യു. പക്ഷെ കുറച്ചും കൂടെ ഈ ചരണങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നാവാമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം കാര്യം ഇത്രയും പാടി ശീലമുള്ള ഒരു ചെക്കനായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കുറേ കൂടെ നന്നാക്കാം കേട്ടോ. എന്നൊക്കെ നല്ലൊരു പാട്ട് എടുത്തുകൊണ്ടൊന്ന് പാടി. താങ്ക് യു. കൊള്ളാം. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി ഹലോ. അക്ഷയ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അക്ഷയനെ. ആള് വളരെ ജോവിയലാണ്, ആള് നല്ല എന്താ തമാശക്കാരനാണ്, ഒരു തമാശക്കാരനാ. പക്ഷെ അസലെ പാടി, വെരി ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ആ ഒരു ബാൻഡ് അതിലൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ടോ? ഇല്ല ചേച്ചി, ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഞാൻ പാടണം. ഇത് ഭംഗിയാ കേൾക്കാൻ. ഒരു നല്ല നല്ല സെഗ്മെന്റ് കൊണ്ടുപോവാ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും കേൾക്കാൻ. ഇതിപ്പം തുടക്കല്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് അങ്ങ് ഈസി ആവട്ടെ. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ, വാക്കുകൾ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് കേട്ട് പഠിച്ച് അതിൻ്റെ കാരണം ഈ ഉച്ചാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയെ വേറെയാണ്. പക്ഷേ ഇത് പാട്ട് പാടുമ്പോഴത്തേക്കും ആ വാക്കുകൾക്ക് അതിൻ്റെതായ ഒരു സ്വീറ്റ്നെസ് നമ്മൾ അത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വരില്ല. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, ഈ വോയിസ് അങ്ങ് ഡെവലപ്പ് ചെയ്യുക. കിടിലാക്കണം ഇനി മുന്നോട്ട് അല്ലേ? ആൽമരത്തില് വേറെ ആരൊക്കെയാ? എത്ര പേരുണ്ട്? ആൽമരത്തിൽ മൊത്തം 12 പേരുണ്ട്. 12 പേരുണ്ട്. ഓ, വലിയ ബാൻഡാണോ ജില്ലയാണോ? ഇതാ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ നിങ്ങളെല്ലാരും അറിയട്ടെ, കൂടുതൽ ആൾക്കാർ അറിയട്ടെ, ഒരുപാട് വിദേശവും ഒക്കെ യാത്രകൾ നടക്കട്ടെ. അതെ, നടക്കട്ടെ എന്തായാലും. ഇപ്പൊ ഇതുപോലെ ഈ പാട്ടുകളായാലും സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഒരുപാട് അറിവുകളുണ്ട്. അതെല്ലാം ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യട്ടെ. ഈ ഒരു തുടക്ക സമയത്ത് എൻ്റെ എല്ലാവിധ പ്രേയേഴ്സും ബ്ലെസ്സിങ്സും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അക്ഷയ് നന്നായിട്ട് പാടിയടാ. എനിക്കും ഈ ഒരു അഭിപ്രായമുണ്ട്. പല്ലവി അടിപൊളിയായിട്ട് പാടി. 2 ചരണങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം എന്ന് എനിക്കും തോന്നി. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അർച്ചന അതിന്റെ കമോൺ എവരിബഡി അതിന്റെ ഇടയിൽ സ്കോർ ചെയ്തിട്ട് പോയി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പം നിങ്ങളുടെ ബാൻഡ് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്? അതോ ഇന്ത്യക്ക് വെളിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മളിപ്പോ ലണ്ടൻ ലണ്ടൻ, പിന്നെ ഈ 12 പേരും നമ്മളെല്ലാരും കൂടി. ഓ നൈസ്, വെരി ഗുഡ്. പിന്നെ അയർലാൻഡ്, പിന്നെ ദുബായ്, ഖത്തർ. എല്ലാം ആയല്ലോ. ഇനി വേറെ നിങ്ങൾ പോവാത്ത ഏതൊക്കെ സ്ഥലങ്ങൾ? ഇവിടെ മാത്രമേ വരാണ്ടുള്ളൂ, കുറച്ച് സ്ഥലത്ത് പോയിട്ടില്ല. നിങ്ങളുടെ ബാൻഡിന് നിങ്ങളുടേതായിട്ടുള്ള പാട്ടുകളുണ്ടോ? അതോ നമ്മളിപ്പോ ഒരു ഓൺ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെ പറ്റിയിട്ട് ഒരു സോങ് ചെയ്തായിരുന്നു. ഇനിയിപ്പോ അടുത്ത ഓൺ വർക്കുകൾ വരാനിരിക്കുന്നു. അങ്ങനെ എല്ലാ ഭാവങ്ങളും. താങ്ക് യു. നമുക്ക് ഒരെണ്ണം രണ്ടുപേരും ഒന്നിച്ചൊരെണ്ണം കേട്ടാലോ? തീർച്ചയായിട്ടും. ഇല്ലേ? പിന്നെന്താ? വൈഷ്ണവ് ഫ്രണ്ട്സ് എന്ന
എന്നാ നമുക്കൊന്ന് ഒന്നിച്ചുള്ളൊരു സംഭവം. ഓക്കെ, രണ്ടുപേരും കൂടെ. ഓക്കെ, അപ്പോ ആൽമരം ബാൻഡിലെ അക്ഷയും വൈഷ്ണവും ഒന്നിച്ച് നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ്. ഓക്കെ, ഓരിലത്താളി ഞാൻ തേച്ചുതരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന കുടവമോടുന്നൊരഴകം ഞാനല്ലേ, കരളിലാടുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. കവിരവനെതിരിടും ഇളമുളകിളിയുടെ ചിറകിലരികയണയാം. ഒരു വെള്ളം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുമോടിപ്പാവും. പടകാളി പെണ്ണേ നിന്നെ മണിമയിൽ ചാർത്തിയിടാം, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. അപ്പൊ താങ്ക് യു. ഓക്കേടാ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ചേച്ചി, എന്റെ ആൽമരമേ ചേച്ചി 8.4. താങ്ക് യു ചേച്ചി. ശരത് സർ 8.4. ശരത് സർ. ഷാനിക്ക 8.4. ഓക്കെ, സോ ടോട്ടൽ 25.2. ഓക്കേടാ, ഓൾ ദ